ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ 65 ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ജാറിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും നുറുക്കി മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും നല്ല കുതിർത്ത് വെച്ച കാശ്മീരി മുളകാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനില്ലേ മുളക് പൊടി ഉള്ളവർ അത് ചേർത്താൽ മതി കേട്ടോ. ഞാനില്ലേ ഇന്ത്യയിൽ കാശ്മീരി മുളക് പൊടി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുളക് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ കുതിർത്തിയിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യൽ. മുളക് പൊടി ഉള്ളവർ അത് ഇട്ടോളൂ കേട്ടോ. എല്ലാത്തിനും പകരമാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ല് കുറഞ്ഞ ചിക്കൻ കേട്ടോ, അതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ചേ എല്ലുള്ളൂ, ബാക്കി തോന്നി നല്ല പീസ് തന്നെയാണ്. അങ്ങനെ അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച ആ ഇതിൻ്റെ ഗ്രേവിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് തൈരാണ് ഇട്ട് കൊടുക്കണേ. അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കുറച്ച് ഇങ്ങനെ പൊടിക്കാത്തത് ഇട്ട് കൊടുക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണതാണ്. ഇതിലേക്കില്ലേ മുളകിലെ കുരു ഇല്ലേ, മുളകിൻ്റെ ഉള്ളിലുള്ള കുരു അത് അങ്ങനെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ രസമാണ്, കാണാനും രസമാണ്, കഴിക്കുമ്പോഴും രസം തന്നെയാണ് കേട്ടോ. പിന്നെ ചെറുതായി നുറുക്കിയ വെളുത്തുള്ളിയും ചെറുതായി നുറുക്കിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി നുറുക്കി ഞാൻ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കുക കേട്ടോ. സമയമുള്ളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ചോ, പക്ഷേ നന്നായിരിക്കും. പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കേട്ടോ, പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇനി ഇതിലേക്ക് പിന്നെയല്ലേ ഇതിലേക്ക് നുള്ള് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി, കഴിയുന്നത് ഒഴിവാക്കണം, നല്ലതാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 4 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പൊടികളും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഇനി പോകണ്ട കേട്ടോ, അത് പാകത്തിനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്, കുറച്ച് നേരം അതിൽ കിടന്ന് വെന്തതിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കഴിക്കാൻ. നമ്മൾ പൊറോട്ടൻ്റെ കൂടെയോ അങ്ങനെ ചപ്പാത്തി ഇങ്ങനെയുള്ള എല്ലാ ഇതിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ചിക്കൻ പൊരിച്ചാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അത്രേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കോരി മാറ്റുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.